നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഹിഡൻ അജണ്ടകൾ പേറിയിരുന്നവരാണ്. അവർ ഒളിച്ചു വെച്ചിട്ടുള്ള പലതരത്തിലുള്ള അജണ്ടകളും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ മനോരമയുടെ കാര്യത്തിലാണെങ്കിലും മാതൃഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും അത്തരത്തിലുള്ള വലിയ പത്രങ്ങൾ മുതൽ ഇത്തരത്തിലുള്ള പല നിലപാടുകളൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഈ നിലപാടുകളൊക്കെ അവരെടുക്കുമ്പോഴും അവരൊക്കെ തന്നെ ഒരു നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ്, ഒരു പ്രതിച്ഛായ നിർമ്മാണമാണ് അവർ നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ പുറത്തിറങ്ങിയ നിവിൻ പോളിയുടെ സിനിമയുണ്ട് പ്രതിച്ഛായ. അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വ്യക്തികളില്ല, പകരം വ്യക്തികളുടെ പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് കറക്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചാനലുകളൊക്കെ തന്നെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നൊരു കാര്യമാണ്. ഏഷ്യാനെറ്റും അതുപോലെ മീഡിയ വണ്ണും ഒക്കെ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ്റെ പ്രതിച്ഛായ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഇതുപോലെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്ത്യ വിഷനൊക്കെ കുറേ കൂടി നിഷ്പക്ഷമായിട്ടുള്ള ആർജവമുള്ള നിലപാടെടുത്തതാണ്. അതിൻ്റെ ചെയർമാൻ എം.കെ. മുനീറൊക്കെ ആണെങ്കിലും എഡിറ്റോറിയൽ ഫ്രീഡം അങ്ങേയറ്റമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഒന്നിലും തന്നെ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ വരുന്നു. റിപ്പോർട്ടർ ചാനൽ വന്നപ്പോഴും ഏതാണ്ട് നിഷ്പക്ഷമായിട്ടൊക്കെയാണ് അത് പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയൊരു പ്രോ ലെഫ്റ്റ് അനുകൂല നിലപാടൊക്കെ തന്നെ അപർണക്കും അതുപോലെ തന്നെ നികേഷ് കുമാറിനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എങ്കിൽ പോലും ഏതാണ്ട് നിഷ്പക്ഷമാണ് എന്ന് തോന്നിക്കുന്ന നിലപാടുകളാണ് ഉണ്ടായത്. പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ ഒരു റീലോഞ്ച് നടന്നപ്പോൾ അതിൽ വലിയ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം ചാനൽ രംഗത്തെല്ലാം വന്നു. കാരണം അതിലവരൊരു പരിപാടി കൊണ്ടുവന്നു. ആ പരിപാടിയുടെ പേര് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നായിരുന്നു. ആ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അവർ ഞങ്ങൾ രാഷ്ട്രീയം പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് റീലോഞ്ച് തന്നെ ഏറ്റവും ആദ്യമേ തന്നെ നടത്തിയത്. ആ റീലോഞ്ചിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അവരുടെ ഒരു 2 മണിക്കൂറിലധികം വരുന്ന ഒരു ഞങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രീയം പറയും, എഡിറ്റോറിയൽ ടീമടക്കം വരുന്ന രാഷ്ട്രീയം പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ ആ ചാനലിലെ പോളിസികളെ കുറിച്ചൊക്കെ വളരെ ദീർഘമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ മീറ്റ് ദ എഡിറ്റേഴ്സ് വന്നതോടുകൂടി ഒരു വലിയ തരംഗം കേരളത്തിലുണ്ടായി. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായി നിന്നുകൊണ്ട് അതും ഒരു കൃത്യമായിട്ടുള്ള ഷോ ആയിരുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ തല്ലുമ്പോഴുണ്ടാകുന്ന ആ തമ്മിൽ തല്ലുന്ന കാണുമ്പോഴുണ്ടാകുന്ന രസം, പിന്നെ കുറച്ചുകൂടി ഇൻ്റലക്ച്വലായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ കൂടി അത് കാണും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യൂസ് കേൾക്കാനുള്ള ഒരു താല്പര്യം, അത് കുറച്ചുകൂടി റിസർച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വന്നതോടുകൂടി നമ്മുടെ മാധ്യമരംഗത്ത് വലിയ വ്യത്യാസങ്ങളുണ്ടായി. ആ വ്യത്യാസം എന്ന് പറയുന്നത് പ്രകടമായി ഓരോരോ മാധ്യമ പ്രവർത്തകരും തന്നെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി തമ്മിൽ തല്ലാൻ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് റിസൾട്ട് വരുമ്പോഴാണ്. അപ്പോൾ റിസൾട്ട് വരുമ്പോഴേക്കും ഏതാണ്ട് ആർപ്പോ ഇറോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലെയൊക്കെ ഇരുന്ന് ഈ പറയുന്ന പോലെ ഓരോരുത്തരും, അതായത് BJP ജയിക്കുമ്പോൾ ഒരാൾ തുള്ളിച്ചാടുന്നു, മറ്റേ CPM ജയിക്കുമ്പോൾ വേറൊരാൾ തുള്ളിച്ചാടുന്നു, അതുപോലെ തന്നെ കോൺഗ്രസ് ജയിക്കുമ്പോൾ വേറൊരാൾ തുള്ളിച്ചാടുന്നു എന്നൊക്കെയുള്ള നിലക്കുള്ള കഥകളിയും ഈ പറഞ്ഞ പോലെ കൂട്ടുകൂടിയായിട്ടൊക്കെ അവതരിപ്പിച്ചു. അവരെ തെറ്റു പറയാനില്ല, കാരണം എങ്ങനെ ഈ വ്യൂവർഷിപ്പ് ഒന്ന് പിടിച്ചു നിർത്തണം എന്നുള്ളതാണ് ആഗ്രഹം. അതിപ്പോൾ ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യും. അതുകൊണ്ട് അരുൺകുമാറിനെയോ അത്തരത്തിലുള്ള ആളുകളെയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്താനൊന്നും തയ്യാറില്ല. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ പരിധി വിട്ട് മുന്നേറുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ആ പരിധി വിട്ട് മുന്നേറുമ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വസ്തുതകൾ പോലും ഇല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരൊക്കെ ഉറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിരുദ്ധത കൊണ്ട് അന്ധത ബാധിച്ചിരിക്കുന്നു ചിലർക്ക് എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ എനിക്ക് ഒരാൾ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്, വളരെ ബഹുമാനമുള്ള ഒരാളാണ്. അതുകൊണ്ട് മോശപ്പെട്ട കമൻറ്റുകളൊന്നും നിങ്ങൾ താഴെ എഴുതരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. അത് സ്മൃതി പരുത്തിക്കാടാണ്. ആ സ്മൃതി പരുത്തിക്കാട് പലപ്പോഴും ചർച്ചകളൊക്കെ നടത്തുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ഇരുട്ടത്തായി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച, അതിൻ്റെ പോസ്റ്ററും അതുപോലെ തന്നെ ആ മറ്റേ ഹെഡിങ്, മറ്റേ പഞ്ച് ലൈനും ഒക്കെ തന്നെ ഗംഭീരമായിരുന്നു, അതിൻ്റെ ഹെഡ്ലൈനും ഒക്കെ തന്നെ ഗംഭീരമായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. ഞാനത് അഭിനന്ദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ച ഒട്ടും ജനാധിപത്യപരമല്ലാതെയും വസ്തുതാപരമല്ലാതെയും നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുരേഷ് എന്ന് പറയുന്ന അവിടുത്തെ യൂണിയൻ്റെയൊക്കെ തന്നെ അവരുടെ യൂണിയൻ്റെയൊക്കെ തന്നെ നേരത്തെ സെക്രട്ടറി ആയിരുന്ന സുരേഷ് വന്നിരുന്ന് അതിഗംഭീരമായിട്ട് ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒരു ഹയർ ലോഡ് വരുമ്പോഴത്തേക്കും അതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് അദ്ദേഹം വിശദമാക്കി. ആ വിശദമാക്കിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ വരെ 12 ലക്ഷത്തോളം വരുന്ന ഇൻഡക്ഷൻ കുക്കറുകളാണ് ആളുകൾ മേടിച്ചുകൊണ്ടിരുന്നത്. ടോട്ടൽ കേരളത്തിൽ 12 ലക്ഷത്തോളം ഉള്ളൂ. നിങ്ങളറിയണം 80-85 ലക്ഷം കുടുംബങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പോൾ അതിന് ഇപ്പോൾ അത് കഴിഞ്ഞൊരൊറ്റ മാസം കൊണ്ട് തന്നെ ഏതാണ്ട് 1.5 മാസം കൊണ്ട് 14-15 ലക്ഷത്തോളം ഇൻഡക്ഷൻ കുക്കറുകൾ ആളുകൾ പുതിയത് വാങ്ങി. ആ പുതിയത് വാങ്ങിയതിൻ്റെ കാരണം എന്താ? കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പോൾ ഒരു 12 + 14 എന്ന് പറയുമ്പോൾ 25-26 ലക്ഷത്തോളം ആളുകൾ പുതിയ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുകയാണ്. അതായത് കേരളത്തിലുള്ള
മൊത്തം വീടുകളിലെ 25% ആളുകൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുകയാണ്. ഈ ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ തന്നെ ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2500 മെഗാവാട്ടിൻ്റെ വൈദ്യുതി വേണ്ടി വരും. പക്ഷെ ഒരുമിച്ചല്ല ഉപയോഗിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഒരു 500 മെഗാവാട്ടുകളുടെ വൈദ്യുതി കൂടുതലായിട്ട് വേണ്ടി വരും. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പെരുപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലേക്കാൾ 14% കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റീചാർജിങ് ഒക്കെ അടക്കം ഈ പറഞ്ഞ പോലെ വൈദ്യുതിയുടെ കൺസപ്ഷൻ കൂടുതലാണ് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല, പഠിച്ചില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് സുരേഷ് കുമാർ പറഞ്ഞു നോക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ വളരെ ഈ പറയുന്ന അതൊന്നും കേൾക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ അത്തരം വാദങ്ങളും കണക്കുകളും ഒന്നും കയ്യിലില്ലാത്ത ഇവർ ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ വളരെ ബാക്കിയുള്ള ആർക്കും തന്നെ ഇത്തരം കണക്കുകളില്ല. കാരണം അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർഷങ്ങളായിട്ടിരുന്ന എഞ്ചിനീയറാണ്, യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡാണ്. ഒന്നുകിൽ നിങ്ങൾ അത്തരത്തിലുള്ള മറ്റാളുകളെ കണ്ടെത്തുകയും കൃത്യമായിട്ട് ആളുകളെ കൊണ്ടൊന്നും ചർച്ചയ്ക്കിരിക്കുകയും ചെയ്യാതെ ഇതിനെതിരെ വളരെ ആക്രോശിക്കുന്ന സമീപനങ്ങളാണ് എടുക്കുന്നത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഹാഷ്മി താജ് ഇബ്രാഹിമൊക്കെ എടുക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് അനുകൂലിയായിട്ട് നിൽക്കുകയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അതിനൊന്നും തെറ്റില്ല. അത് സ്മൃതി പരുത്തിക്കാടും ഏതാണ്ട് അത് തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വസ്തുതകളെ പറയൂ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി അനുദിനം കുറയുമെന്നുള്ളതാണ് സ്നേഹപൂർവ്വം എനിക്ക് ഈ പറഞ്ഞ പറയാനുള്ളത്. ഇതിൽ തന്നെ ചില കാര്യങ്ങൾ സ്മൃതിയുടെയൊക്കെ ചില വാദങ്ങളെന്ന് പറയുന്നത് നമ്മൾ അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ്. അതായത് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. വി ഡി സതീശൻ ഗോൾവാൾക്കറുടെ മുമ്പിൽ വിളക്ക് കത്തിച്ചതല്ല, പകരം വി ഡി സതീശൻ വിളക്ക് കത്തിച്ചപ്പോൾ ആരോ പുറകിൽ കൂടിക്കൊണ്ട് അറിയാതെ ഗോൾവാൾക്കറുടെ പടം വെച്ചതാണ് എന്നുള്ള നിലക്കുള്ള സ്മൃതിയുടെ ന്യായീകരണം കിട്ടി ഞാൻ അമ്പരന്ന് പോയി. പിന്നെ വയനാട്, പിന്നെ അടുത്തത് സ്മൃതി പറഞ്ഞ വേറൊരു ഡയലോഗ്, അതൊക്കെ സ്മൃതി കൃത്യമായിട്ട് പഠിക്കാതെയാണ് പറഞ്ഞിട്ടുള്ളത്. കേറിവാട മക്കളെ എന്ന് പറഞ്ഞ് പിണറായി കൊടുക്കുന്നത് അതൊരു PR വർക്കാണ് എന്ന് പറഞ്ഞു. അതൊരു PR വർക്കാണെന്ന് പറയേണ്ട കാര്യമില്ല. ആ ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നതെല്ലാം PR പറഞ്ഞ പോലെ വർക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ അതിൻ്റെ ഏറ്റവും അവസാനം സുജിത് ഭക്തൻ ഞാനൊരു വാചകം താങ്കളോട് പറയാം, താങ്കൾ ഇങ്ങോട്ട് തിരിച്ചു പറയണം, അത് വൈറലാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ പരിപാടി ഈ പറയുന്ന വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ലാസ്റ്റത്തെ അവരുടെ ബ്ലോഗിൽ അവൻ കണ്ണൂരേക്ക് പോകുന്ന യാത്രയടക്കം ഇത്തരം കാര്യങ്ങളടക്കം എടുത്തതിൽ ഇത് കൃത്യമായിട്ട് ഇട്ടിട്ട് കൂടിയുണ്ട്. എന്നിട്ട് സ്മൃതി പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയാണെന്ന് അവർ തന്നെ പറഞ്ഞൊരു കാര്യത്തെ പിന്നെ സ്മൃതി എതിർക്കേണ്ട കാര്യമില്ല. ആ സംഭവം ഇതാണ്. എല്ലാ ഇൻ്റർവ്യൂവും കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ സുജിത് ഭക്തന് അറിയാലോ, ഇത് വെറൈറ്റി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഒന്ന് ക്ലച്ച് പിടിക്കുള്ളൂ, ആളുകൾ കുറേ കൂടി റീച്ച് ഉണ്ടാവുള്ളൂ, വിവാദമായാലേ കാര്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം സുജിത് ഭക്തൻ ചോദിക്കുന്നു, ഞാൻ അങ്ങേയായിട്ടൊരു പോഡ്കാസ്റ്റ് നടത്തണമെന്ന് സംസാരിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കടക്ക് പുറത്ത് എന്ന് പറയുമോ എന്നുള്ള പേടിയായിരുന്നു എന്ന് ഞാൻ പറയുമ്പോഴേക്കും അങ്ങ് പറയണം കടക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ കയറി വാടാ മക്കളെ എന്നാണെന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് അത് പറഞ്ഞു. ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കടക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ ഗോഡ് ഫാദറിൽ ഈ പറയുന്ന പോലെ ആ കഥാപാത്രം പറയുന്ന പോലെ കയറി വാടാ മക്കളെ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വെരി ഗുഡ്, നന്നായി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ആ റീല് കട്ട് ചെയ്ത് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ആളുകൾ വ്യൂവർഷിപ്പ് ഉണ്ടാകും എന്ന് വിചാരിച്ച് സുജിത് ഭക്തൻ ചെയ്തൊരു കാര്യമാണ്. രണ്ടാമത് ആളുകൾ പറയുന്ന ഏറ്റവും വലിയ ആരോപണം, ഇവരൊക്കെ തന്നെ പലപ്പോഴും ഈ ചാനൽ ചർച്ചകളിലെ ജേർണലിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, പിണറായി വിജയന് PR ഏജൻസികൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുന്നതാണ്. നോട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് PR ഏജൻസികളില്ല, പിണറായി വിജയൻ്റെ ഓഫീസിൽ തന്നെ വലിയ സംവിധാനം അതിനുണ്ട്. ആ കൊടുക്കുന്ന അനുസരിച്ചാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. നിങ്ങളൊന്നും പിണറായി വിജയൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കഴിഞ്ഞ പിണറായി വിജയൻ്റെ മാധ്യമങ്ങൾ ഈ പറയുന്ന ഇൻ്റർവ്യൂകൾ നടത്തിയല്ലോ, എല്ലാവരും തന്നെ നടത്തി. സുജയ പാർവതി, അരുൺകുമാർ, പ്രമോദ് രാമൻ, അതുപോലെ തന്നെ മനേഷ് നാരായണൻ, അതുപോലെ തന്നെ ഈ പറയുന്ന സുജിത് ഭക്തൻ, ഇത്തരത്തിലുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ കൊടുത്തു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം മറ്റേ ജോയിൻ ദ സ്റ്റോറി എന്ന് പറയുന്ന, ഇപ്പം എന്താണ്ട് അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, അത് രാജീവ് ശങ്കറിനും MP ബഷീറും കൂടി ഇരുന്ന് എന്ത് ചെയ്തു, ഇൻ്റർവ്യൂ കൊടുത്തു. ഈ ഇൻ്റർവ്യൂകളിലൊന്നും തന്നെ ഇന്ന ചോദ്യം ചോദിക്കരുത്, ഇന്ന ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും പേപ്പർ നോക്കിയിട്ട് ഉത്തരം പറയാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസായി കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. ഇപ്പം ഞാൻ മോദിയെ പുകഴ്ത്തിയിട്ടുണ്ട്, കാരണം അദ്ദേഹം കഠിനാധ്വാനിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് പറയുന്നതിന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കണ്ണ് മറച്ചുള്ള ഈ പറയുന്ന പോലെ നിങ്ങൾ അന്ധത മൂലം, അതായത് വിരുദ്ധത മൂലം നിങ്ങൾക്ക് അന്ധത ബാധിക്കരുത് എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാചകമുണ്ട്, അതിൻ്റെ തലമരവിച്ചു പോയി കേട്ടപ്പോൾ, വയനാട് വീട് KPCC ഫണ്ടൊരു വലിയ പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സ്മൃതി പ്രശ്നമല്ലെന്ന് പറയുന്നത്? കൂടാതെ സ്മൃതി പറയുകയാണ് രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയില്ലെന്ന്. എങ്ങനെയാണത് പറയുക? ഞാൻ പറഞ്ഞു, ഒരു രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കമ്മിറ്റിയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഏതൊരു പാർട്ടിയിലും ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ടാവും.
പക്ഷെ ഒരു സംസ്ഥാന നേതൃത്വം അങ്ങനെ തന്നെ ഒരു ഫണ്ട് എടുക്കുന്നു എന്നാണ്. അപ്പോൾ ഫണ്ട് മേടിക്കുന്നു, ആ ഫണ്ടിന് കണക്കില്ലാതാകുന്നു, ആ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒരു വീട് പോലും വെച്ചു കൊടുക്കാതാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് എവിടെ ന്യായീകരണം പറയും? ഇനി രണ്ടാമത്തെ സ്മൃതി പറയുന്ന ഒരു കാര്യം, അത് പ്രതിപക്ഷത്തിൻ്റെ പണിയല്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിൻ്റെ പണിയല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിനോട് ആരാണത് പറഞ്ഞ് പിരിക്കാൻ പറഞ്ഞത്? അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ അന്ധത ബാധിച്ചിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അവരുടെ ക്രെഡിബിലിറ്റി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിമൊക്കെ അസിത സഹീറിൻ്റെ അടുത്ത് ദാരുണമായി പരാജയപ്പെടുന്ന നിരവധി വീഡിയോകൾ ഇവിടെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. സ്മൃതിയുടെ കാര്യത്തിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ഇവർ കുറച്ചുകൂടി ഒരു വെഞ്ചൻസോടുകൂടി വൈരാഗ്യബുദ്ധിയോടുകൂടി സ്മൃതിയെ എന്ത് ചെയ്യുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ വസ്തുതാപരമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിക്കൊണ്ട് വേണം മാധ്യമപ്രവർത്തകർ ഈ പറയുന്ന നാളുകളിൽ മുന്നേറാൻ. അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ചാനലുകളുടെ ഒക്കെ തന്നെ വ്യൂവർഷിപ്പും ക്രെഡിബിലിറ്റിയും നിങ്ങളുടെ ആളുകളുടെ അടുത്തുള്ള ഇൻഫ്ലുവൻസ് ഇപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനോരമയോ ഏഷ്യാനെറ്റോ ഒന്നും വിചാരിച്ചാൽ ഇപ്പോൾ ആളുകൾ അത്ര പഴയ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ രംഗമെല്ലാം തന്നെ ഒരു സോഷ്യൽ മീഡിയകൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ത്യയിൽ പോലും ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ ഉണ്ടായപ്പോൾ, മടിത്തട്ട് മീഡിയ എന്ന് പറയുന്ന മീഡിയ ഉണ്ടായപ്പോഴൊക്കെ തന്നെ അവരെല്ലാവരും തന്നെ വിലക്ക് വാങ്ങി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ധ്രുവ് റാത്തിയെ പോലെയുള്ള, രവീഷ് കുമാറിനെ പോലെയുള്ള, ആകാശ് ബാനർജിയെ പോലെയുള്ള നിരവധി ആളുകൾ ഉണർന്നു വന്ന് അവർക്ക് അതിനേക്കാൾ വലിയ റീച്ച് ഉണ്ടാകുന്ന കാലം നമ്മൾ കണ്ടു. അവരൊക്കെ തന്നെ ആ റീച്ചിൽ കാണുന്ന ആളുകളൊക്കെ തന്നെ സാറ്റലൈറ്റ് ചാനലുകളെ വിശ്വസിക്കാത്ത കാര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും മറന്നു പോകരുത്. ഏതാണ്ട് ആ ലെവലിലേക്കാണ് കേരളത്തിലെ മാധ്യമരംഗവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് മുതൽ ഈ പറയുന്ന പോലെ ഹാഷ്മിയും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഏഷ്യാനെറ്റിൻ്റെ വിനു വി ജോണൊക്കെ തന്നെ ഇടയ്ക്ക് വി ഡി സതീശനെ ക്യാപ്റ്റനാക്കാൻ ശ്രമം നടത്തി. കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വി ഡി സതീശന് വേണ്ടിയിട്ട് ഇവിടെ ജനവികാരം മുഴുവൻ വി ഡി സതീശൻ അനുകൂലമാണെന്ന് പറഞ്ഞ് ചർച്ച നടത്തി. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, PR എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വളരെ താഴ്മയോടെ അപേക്ഷിക്കാനുള്ളത്. ഇനി അഥവാ ചെയ്യണമെങ്കിൽ തന്നെ അത് കുറച്ചുകൂടി ബുദ്ധിപരമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം.